അവസാനമായി മനോഹരമായൊരു യാത്രയെക്കുറിച്ച്, അതായത് കുട്ടികളൊക്കെ സാധാരണ ഇതിൽ എന്തെങ്കിലുമൊക്കെ ആഗ്രഹം പറഞ്ഞാൽ പരമാവധിയൊക്കെ നമ്മൾ സാധിച്ചു കൊടുക്കും, നമ്മുടെ ഒരു സാഹചര്യം അനുസരിച്ച് കൂടി ചെയ്യുക. പക്ഷേ ഇത് സാധിച്ചു കൊടുക്കേണ്ട, എന്ത് ചെയ്തിട്ടാണെങ്കിലും സാധിച്ചു കൊടുക്കേണ്ട ഒരു ആഗ്രഹമാണ് പൂജപ്പുര ചിന്നമ്മ മെമ്മോറിയൽ സ്കൂളിലെ ഭിന്നശേഷിക്കാരായ കുറച്ച് കുട്ടികൾ. അവർക്കിപ്പോൾ വിമാനത്തിൽ കയറണം എന്നൊക്കെ ഒരു ആഗ്രഹം തോന്നി. എന്തായാലും ടെക്നോ പാർക്കിലെ H&R ബ്ലോക്ക് എന്ന കമ്പനിയുണ്ട്. അവർ ആ കുട്ടികളുടെ ആഗ്രഹത്തെ വളരെ സ്നേഹത്തോടെ നടപ്പാക്കിയാണ് മനോഹരമായൊരു യാത്രാനുഭവം ആ കുട്ടികൾക്ക് സമ്മാനിക്കാം. CSR ഫണ്ടിൽ നിന്ന് ചിന്നമ്മ മെമ്മോറിയൽ സ്കൂളിൽ ചാരിറ്റി പ്രവർത്തനം നടത്തുന്നതിനിടെയാണ് കുറച്ച് ദിവസം മുൻപ് ഭിന്നശേഷിക്കാരിയായ ഒരു കുട്ടി വിമാനത്തിൽ കയറണമെന്നുള്ള തന്റെ ആഗ്രഹം കമ്പനി അധികൃതരോട് പറഞ്ഞത്. കുട്ടികളുടെ ആഗ്രഹം കമ്പനി അധികൃതർ സന്തോഷത്തോടെ സ്വീകരിച്ചു. ഭിന്നശേഷിക്കാരായ കുട്ടികളെ കൊണ്ടുപോകാനുള്ള അനുമതിയും ആവശ്യമായ സംവിധാനങ്ങളും കമ്പനി തന്നെ ഒരുക്കി. തിരുവനന്തപുരത്ത് നിന്ന് വന്ദേ ഭാരതിൽ കൊച്ചിയിലെത്തി. അവിടെ നിന്ന് മെട്രോയിൽ ആലുവയിലേക്ക്. അന്നത്തെ ദിവസത്തെ താമസവും അവിടെ തന്നെ. രാവിലെ കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് ഇൻഡിഗോ വിമാനത്തിൽ തിരികെ തിരുവനന്തപുരത്തേക്ക്. പറഞ്ഞറിയിക്കാൻ സാധിക്കുന്നതിലും അധികമായിരുന്നു കുട്ടികളുടെ സന്തോഷം. കുറെ നാളത്തെ ആഗ്രഹമായിരുന്നു ഫ്ലൈറ്റിൽ കയറണമെന്ന്. ബട്ട് വന്ദേ ഭാരതിലും മെട്രോയിലും ഒരുമിച്ച് കയറി വളരെ സന്തോഷമായിരുന്നു. നമ്മൾ കൂടുതൽ നന്നായിട്ട് എൻജോയ് ചെയ്തു എല്ലാ സ്ഥലങ്ങളിലും. ഫസ്റ്റ് കുറച്ച് പേടിയുണ്ടായിരുന്നു, പിന്നെ കുഴപ്പമില്ലാതെ. ഫ്ലൈറ്റ് പൊങ്ങിയപ്പോ തൊട്ട് താഴ്ന്ന വരെയുള്ള കാഴ്ചകളെയും പുറത്ത് കണ്ടു. ഇഷ്ടം പോലെ അടിപൊളിയായിരുന്നു, സൂപ്പറായിരുന്നു. യാത്രക്കിടയിൽ എയർ ഹോസ്റ്റസ് കുട്ടികളെ സ്വാഗതം ചെയ്തുകൊണ്ടുള്ള അനൗൺസ്മെന്റ് വന്നപ്പോൾ കുട്ടികൾ കൈയടിച്ച് ആഹ്ലാദം പങ്കിട്ടു. വിമാനത്തിൽ കുട്ടികളെ സ്വീകരിക്കാൻ H&R ബ്ലോക്ക് കമ്പനി അധികൃതരുമെത്തി. മുഴുവൻ കുട്ടികൾക്കും ചോക്ലേറ്റും വിതരണം ചെയ്തു. ഇതിൽ ചെയ്യാൻ പറ്റിയതിൽ വളരെ സന്തോഷം. അത് മാത്രമല്ല, ഇങ്ങനെയുള്ള കുട്ടികൾക്കും അവരുടെ പാരന്റ്സിനും പോകാൻ പറ്റി. അതിൽ വളരെ സന്തോഷമുണ്ട്. ഞങ്ങളെ ടീമും അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. ഞങ്ങളിത് കണ്ടിന്യൂ ചെയ്യാം. പൂജപ്പുര ചിന്നമ്മ മെമ്മോറിയൽ സ്കൂളിലെ 20 കുട്ടികളും അവരുടെ അമ്മമാരും ടീച്ചർമാരും ഉൾപ്പെടെ 31 പേരാണ് ഈ ഡ്രീം ഫ്ലൈറ്റ് യാത്രയുടെ ഭാഗമായത്. ഏറ്റവും വലിയ ഒരു ആഗ്രഹമായിരുന്നു ഒരു ഫ്ലൈറ്റിൽ കയറണം എന്നുള്ളത്. ഒരുപാട് വർഷങ്ങളായിട്ട് അവരിത് പറയാറുമുണ്ട്. കഥകളൊക്കെ കേൾക്കുമ്പോഴും അവർ പറയും, വീഡിയോസ് കാണുമ്പോഴും അവർ പറയും, ഞങ്ങൾ ഇതുവരെ ഒരു ഫ്ലൈറ്റിൽ കയറിയിട്ടില്ല. ജിബിൻ JB, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. അപ്പോൾ നമ്മൾ ആ കുട്ടികളുടെ വാക്കുകളിൽ തന്നെ അവരുടെ സന്തോഷം അറിഞ്ഞു, അല്ലെ? അവരുടെ ഒപ്പം അവരുടെ അധ്യാപകരുടെയും ഒക്കെ. ജിബിൻ കൂടുതൽ പറയും. ജിബിൻ, ഈ H&R ബ്ലോക്ക് കമ്പനിയുടെ അധികൃതർ തന്നെ പറയുന്നത് ഞങ്ങളിത് തുടരുമെന്നാണ്. അപ്പോൾ തുടരട്ടെ. ഒരുപാട് യാത്രകൾ ആ കുട്ടികൾക്കും ഈ മറ്റിടങ്ങളിലെ കുട്ടികൾക്കൊക്കെ അവർ സമ്മാനിക്കട്ടെ, അല്ലേ? ഫ്ലൈറ്റ് യാത്ര കഴിഞ്ഞ് തിരിച്ചെത്തിയ കുട്ടികളുടെ മുഖത്തെ സന്തോഷം കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും അവർ എത്രത്തോളം ആഗ്രഹിച്ചിരുന്നു ഈ ഒരു യാത്ര എന്നുള്ളത്. കാരണം ഒരു സ്കൂളിൻ്റെ ഒരു ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ടാണ് H&R ബ്ലോക്ക് കമ്പനി അങ്ങോട്ടേക്ക് എത്തുന്നത്, ഈ ചിന്നമ്മ മെമ്മോറിയൽ സ്കൂളിലേക്ക് എത്തുന്നത്. അപ്പോഴാണ് ഒരു കുട്ടി തൻ്റെ ആഗ്രഹം കമ്പനിയുടെ അധികൃതരോട് പറയുന്നത്. ഉടൻ തന്നെ അയാൾക്ക് മറ്റൊന്നും ആലോചിക്കാനില്ലായിരുന്നു. ഈ കുട്ടികൾ പറഞ്ഞ ആഗ്രഹം കമ്പനിയിലെ തന്നെ മേലുദ്യോഗസ്ഥരെ അറിയിച്ചു. അവരും ആലോചിച്ച ശേഷം കുട്ടികൾക്ക് അനുകൂലമായ ഒരു തീരുമാനമെടുത്തു. ഈ കുട്ടികൾക്ക് അങ്ങനെ ഒരു ആഗ്രഹമുണ്ടെങ്കിൽ അത് തങ്ങളാൽ കഴിയുന്നതാണെന്നുണ്ടെങ്കിൽ, ചെയ്യാൻ കഴിയുന്നതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്തു കൊടുക്കാമെന്നുള്ള ഒരു തീരുമാനം കമ്പനി മേലുദ്യോഗസ്ഥരെടുത്തു. അങ്ങനെയാണ് കഴിഞ്ഞ ദിവസം ഈ കുട്ടികളെ തിരുവനന്തപുരത്ത് നിന്ന് കൊച്ചിയിലേക്ക് കൊണ്ടുപോകാനും കൊച്ചിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവരാനുമുള്ള ഒരു തീരുമാനമായത്. അത് അറിയാം, നമുക്ക് ഈ ഓട്ടിസം ബാധിച്ച കുട്ടികളാണ്. അവരെ കൊണ്ടുപോകുന്നതിൻ്റെ ഒരു സ്കൂളിൽ നിന്ന് ഇങ്ങനെ ഒരു പുറത്തുള്ള ഒരു കമ്പനിക്ക് കൊണ്ടുപോകണമെങ്കിൽ അതിൽ ഒട്ടനവധി കടമ്പകൾ കടക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി ഗവൺമെൻറ് ഭാഗത്തു നിന്നൊക്കെ അനുമതി വാങ്ങേണ്ടതുണ്ട്. അങ്ങനെ കുറച്ച് നാളെടുത്ത് ഇത്തരത്തിലുള്ള അനുമതികളെല്ലാം ഈ കുട്ടികളുടെ കയ്യിൽ നിന്ന്, കുട്ടികളുടെ രക്ഷകർത്താക്കളുടെ കയ്യിൽ നിന്ന്, സ്കൂളിൽ നിന്ന്, ഏറ്റവും കൂടുതൽ സർക്കാരിൽ നിന്നും അതിനുള്ള പേപ്പർ വർക്കുകളെല്ലാം കംപ്ലീറ്റ് ചെയ്ത ശേഷമാണ് ഈ കമ്പനി നേരിട്ട് കുട്ടികളെ കൊണ്ടുപോകാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്. അങ്ങനെയാണ് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളത്തേക്ക് കുട്ടികളെ വന്ദേ ഭാരതിൽ കൊണ്ടുപോവുകയും അവിടെ നിന്ന് ആലുവയിലേക്ക് പിന്നീട് മെട്രോയിൽ കൊണ്ടുപോയി അവിടെ ഒരു ദിവസം താമസിക്കുകയും ചെയ്തു. ഈ കുട്ടികളെല്ലാവരും, ഈ പോയ കുട്ടികൾ 20ഓളം കുട്ടികൾ, അവരുടെ രക്ഷകർത്താക്കൾ, അധ്യാപകരെല്ലാം ചേർന്ന് ആലുവയിൽ ഒന്നിച്ച് താമസിച്ചു. അതിനുശേഷമാണ് തിരികെ വിമാനത്തിൽ തിരുവനന്തപുരത്ത് വരികയും ചെയ്തത്. തിരുവനന്തപുരത്ത് വന്നിറങ്ങിയ കുട്ടികളെ സ്വീകരിക്കാൻ വേണ്ടി ആ കമ്പനിയുടെ ഡയറക്ടർ ബോർഡ് തന്നെ അവിടെ നേരിട്ട് എത്തുകയും ചെയ്തു. അവരെല്ലാവരും ഈ കുട്ടികൾക്ക് എല്ലാവർക്കും അവർ ആഗ്രഹിച്ച സ്വീറ്റ്സ് നൽകിയാണ് സ്വീകരിച്ച. അത് ആ സമയത്ത് ഈ കുട്ടികൾ ഇവിടെ എത്തി, നാട്ടിലെത്തി അവരെ സ്വീകരിക്കാൻ എത്തിയ സമയത്തും H&R ബ്ലോക്ക്
കമ്പനിയുടെ ഡയറക്ടർ പറഞ്ഞ ഒരു കാര്യമുണ്ട്. കുട്ടികളുടെ ഈ ഒരു സ്കൂളിലെ കുട്ടികളുടെ ആഗ്രഹം മാത്രമാണ് ഇപ്പോൾ അവർ നിറവേറ്റി കൊടുത്തത്. ഇനി ഇതുപോലുള്ള ആഗ്രഹങ്ങളുടെ കുട്ടികളുടെ അവരുടെ ആഗ്രഹങ്ങൾ നിറവേറ്റാൻ തങ്ങൾ കൂടെ ഉണ്ടാകും. കൂടുതൽ കുട്ടികളെ കൊണ്ടുപോകുന്ന അവർ പറഞ്ഞിരുന്നു. ആ നന്മ തുടരാൻ കഴിയട്ടെ. മനോഹരമായ യാത്രകൾ കുട്ടികൾക്ക് എന്തൊരു സന്തോഷമാണ്. അവർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും ഒക്കെ അത് വലിയൊരു ഹാപ്പിനെസ് നൽകുന്നതാണ്. അപ്പോൾ അതുണ്ടാകട്ടെ, തുടരട്ടെ.